ഇന്ന് നമ്മൾ വന്ന് നോക്കുന്നത് രേണുസുധിയുടെ ഒരു കാര്യം പറയാനാണ്. രേണുസുധി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ വെച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ എന്തോ ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങളായിട്ട് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ബ്രസ്റ്റിന് ക്യാൻസർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സത്യമാണോ ശരിയാണോ ഒന്നും നമുക്കറിയില്ല. അത് രേണുസുധി തന്നെ വന്ന് പറഞ്ഞാലേ നമ്മളതിന് വിശ്വസിക്കുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നമ്മളത് വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധീനെ കണ്ടു കഴിഞ്ഞാൽ രേണുസുധി ഇപ്പോഴും ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പല പോസ്റ്റുകളുടെ അടിയിലും ചില സൂചനകൾ ഇതിനെപ്പറ്റി തന്നിട്ടുണ്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്കത് ആ സൂചനകളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ ഈ പറയണയിൽ എന്തോ തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്നൊരു സംശയം. നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്ക് പോലും ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമുക്ക് എന്തു രോഗം സഹിക്കാം. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു രോഗം. ക്യാൻസറിനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു അറ്റാക്ക് വന്ന് മരിക്കണം അന്തസ്സാണ്. നമ്മൾ ഈ ലോകത്തൊന്നും അറിയില്ല, ഒരു ഉറക്കത്തിൽ നമ്മൾ പണി തീരുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു വേദന വരുന്നു, നമ്മൾ മരിക്കുന്നു. അത് നല്ല ഒരു ഏറ്റവും നല്ല മരണമെന്ന് പറയാൻ അറ്റാക്ക് വന്നൊക്കെ മരിക്കുന്നത്. നമ്മൾക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷേ മരണവേദന എന്നൊന്നുണ്ട്. ആ മരണവേദന അനുഭവിക്കാണ്ട് ജനിച്ചവർ ഒരാൾ പോലും മരണവേദന അനുഭവിക്കാണ്ട് മരിക്കാറില്ല. ഈ ഓർക്കോളിയ കഴിച്ചാൽ മരണം വേദന ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് വെറുതെ പറയാം. ഓർക്കോളിയ കഴിച്ചാലും നമുക്ക് മരണവേദന ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. നമ്മളതൊക്കെ പോട്ടെ, രേണുസുധിയുടെ അടിക്ക് വരാം. രേണുസുധി ഈ ലൈവിലൊക്കെ വന്ന് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കാണിക്കുന്നു, പറയണ്, ഇതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഈ രോഗം വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യം. രേണുസുധീനെ കുറിച്ചിട്ട് ഞാൻ എന്നും നല്ല വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പരിസ്ഥിതി, അതിൻ്റെ വിഷമം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അതൊക്കെ 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്